ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് റിജൻസ് പാർക്കിലാണ്. അപ്പൊ ലണ്ടൻ വ്ളോഗിന്റെ സീരീസ് നമ്പർ 2 ആണിത്. അപ്പോ ഈ പാർക്കിനെ പറ്റി എനിക്ക് വലിയ ധാരണയൊന്നുമില്ല, പക്ഷെ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ മാക്സിമം കവർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒട്ടും വേഗം നമുക്ക് വീഡിയോയിലോട്ടോ. റിജൻസ് പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടൻ്റെ ഏകദേശം ഹൃദയഭാഗത്ത് വരുന്ന ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ. ഇതിൻ്റെ ഹിസ്റ്ററി ഒന്നും എനിക്ക് അങ്ങനെ എടുത്ത് പറയാനായിട്ടൊന്നും അറിയത്തില്ല, പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അതായത് 1500 കാലഘട്ടത്തിൽ ഹെൻറി എട്ടാമൻ്റെ റോയൽ ഹണ്ടിങ് ഗ്രൗണ്ട് ആയിരുന്നു ഈ റിജൻസ് പാർക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു 19ാം നൂറ്റാണ്ടൊക്കെ എത്തിയപ്പോഴത്തേക്കും ജോൺ നാഷ് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റാണ് ഇന്ന് കാണുന്ന ഈ റിജൻസ് പാർക്കായിട്ട് ഇതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഈ റിജൻസ് പാർക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു 395 ഏക്കർ വരുന്ന ഒരു വലിയ അടിപൊളി പാർക്കാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ZSL ലണ്ടൻ സൂ ഉണ്ട്, അതുപോലെ തന്നെ ക്യൂൻ മേരീസ് ഗാർഡൻ ഉണ്ട്, പിന്നെ ഓപ്പൺ എയർ തിയേറ്റർ ഉണ്ട്, പിന്നെ ഇതുപോലെ പിന്നെ ഒരു എന്താ പറയുക, ഒരു ബോട്ടിംഗ് ലേക്കും ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ZSL ലണ്ടൻ സൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ തന്നെ എന്താ പറയുക, വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സയൻറ്റിഫിക് സൂ ആണ് കേട്ടോ. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂൻ മേരീസ് ഗാർഡൻ ആണ്. അതായത് ഏകദേശം 12,000 റോസ് ബുഷസ് ആണ് കേട്ടോ ഈ ഒരു ക്യൂൻ മേരീസ് ഗാർഡനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് എന്താ പറയുക, ഒരു സീസണൊക്കെ ആകുമ്പോഴത്തേക്ക്, അതായത് റോസൊക്കെ ഇത് പൂക്കുന്ന ഒരു സീസൺ ആവുമല്ലോ, ആ ഒരു ടൈമിൽ ഇത് ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നിങ്ങൾ ലണ്ടനിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ലണ്ടനിൽ വന്നിറങ്ങുന്നവരൊക്കെ ഓൾമോസ്റ്റ് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യാറായിട്ടുണ്ട്. പിന്നെ ഭയങ്കര അടിപൊളി സംഭവമാണ് കേട്ടോ. പിന്നെ ഒരു ഓപ്പൺ എയർ തിയേറ്ററും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു എന്താ പറയുക, റിജൻസ് ഗാർഡനെ പറ്റി അറിയാവുന്ന ഒരു ഇത്. ഇതിൽ മുഴുവൻ സ്ഥലങ്ങളൊന്നും ഞങ്ങൾ ജസ്റ്റ് കണ്ടില്ല കേട്ടോ. 395 ഏക്കർ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എത്രത്തോളം നടക്കാനായിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. ഇത് ഇപ്പം നമ്മൾ നടന്ന് കാണണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് കണ്ടു തീർക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതുപോലെ അടിപൊളി സ്ഥലങ്ങളുമാണ്. ഇപ്പോൾ ഫോട്ടോ എടുക്കാനാണെങ്കിലും റീൽസ് എടുക്കാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതിപ്പോൾ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമ്മളെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആകും കേട്ടോ. പിന്നെ ഇവിടെ ഞങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ബോട്ടിങ്ങിലായിരുന്നു ഞങ്ങൾ 1 മണിക്കൂർ, അതായത് 1 മണിക്കൂറിന് ഇത്ര പൗണ്ട് എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ബോട്ടിങ്ങിലായിരുന്നു കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത്. റിജൻസ് പാർക്കിലെ ബോട്ടിങ്ങിലാണുള്ളത്. നല്ല സുന്ദരമായ സ്ഥലം, നല്ല വെയില്, നല്ല രസം, നല്ല ക്ലൈമറ്റ്. മുങ്ങി ടേസ്റ്റ് ഉണ്ടോ? എന്താ വാട്സപ്പ്, ബിസിനസ് വാട്സപ്പ് ഇടും. പോകാം, എനിക്ക് தெரியாது. இது தணல் இருக்கு, அதனாலதான் இந்த சைடும் கூடி போறேன். സൂട്. പിന്നെ ഗായ്സ്, ഞാൻ ലണ്ടനിൽ വന്നിട്ട് ഇവിടുത്തെ ആദ്യത്തെ കാക്കേനെ കണ്ടു കേട്ടോ. ഇവിടുത്തെ കാക്കകളൊക്കെ കുറച്ച് വലിയ കാക്കകളാണ് കേട്ടോ. പിന്നെ അരയന്നത്തെ കണ്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.